നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദ സീക്രട്ട് എന്ന വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിലൂടെ റോണ്ട ബേൺ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ കീഴടക്കാനുള്ള വിദ്യകളെക്കുറിച്ചാണ്. അതായത് മനുഷ്യന്റെ ചിന്തകൾക്ക് കാന്തിക ശക്തി ഉണ്ടെന്നും അവ പ്രപഞ്ചത്തിലേക്ക് തരംഗങ്ങളായി എത്തിച്ചേരുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സഹായിക്കുന്ന ദ സീക്രട്ട് എന്ന പുസ്തകത്തിലെ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ദ സീക്രട്ട് എന്ന പുസ്തകത്തിലെ ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ എന്താണെന്ന് നോക്കാം. റോണ്ട ബേണിൻ്റെ ദ സീക്രട്ട് എന്ന പുസ്തകത്തിലെ പ്രധാന ആശയമായ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നമ്മുടെ ചിന്തകൾക്ക് കാന്തിക ശക്തി ഉണ്ടെന്നും നാം എന്തു ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ള നിയമമാണ്. ഇനി ഈ നിയമത്തെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി നമ്മുടെ ചിന്തകളുടെ കാന്തിക ശക്തിയാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും ഒരു പ്രത്യേക തരം തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് എത്തുകയും സമാനമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അതായത് സമാനമായവയെ ആകർഷിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. രണ്ടാമതായി പ്രകൃതി നിയമമാണ്. ഗുരുത്വാകർഷണ നിയമം നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അതെങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും പ്രവർത്തിക്കുന്നത്. വൈദ്യുതിയുടെ പ്രവർത്തനം പൂർണ്ണമായി മനസ്സിലാക്കാതെ തന്നെ നമ്മൾ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഈ നിയമം മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാകുന്നതാണ്. മൂന്നാമതായി നല്ലതും മോശവുമായ കാര്യങ്ങളാണ്. ഈ നിയമം നല്ല കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്നു. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, ഉദാഹരണത്തിന് എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവരുതേ എന്ന് ചിന്തിക്കുമ്പോൾ പോലും പ്രപഞ്ചം ആ ചിന്തകളെയാണ് ജീവിതത്തിലേക്ക് എത്തിക്കുന്നത്. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുവാൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ആ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനായി 3 ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പ്രപഞ്ചശക്തിയെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ലക്ഷ്യങ്ങളിലെത്താൻ സഹായിക്കുന്ന ആ 3 ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്നാമതായി ചോദിക്കുക, അതായത് ആസ്ക്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ വ്യക്തത വരുത്തുകയും അവ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുകയും വേണം. ഒരിടത്ത് ശാന്തമായി ഇരുന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വയ്ക്കുകയും ചെയ്യാം. ഒരു വില കൂടിയ കാറോ ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള മറ്റെന്തെങ്കിലുമോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി രണ്ടാമതായി വിശ്വസിക്കുക എന്നതാണ്, അതായത് ബിലീവ്. നിങ്ങൾ ചോദിച്ച കാര്യം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു എന്നുറച്ചു വിശ്വസിക്കുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം. ആ ആഗ്രഹം ഇപ്പോൾ തന്നെ സഫലമായി എന്ന രീതിയിൽ വേണം ചിന്തിക്കാനും സംസാരിക്കാനും. ഇനി നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹത്തെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടാകുവാൻ പാടില്ല. സംശയങ്ങൾ ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിലേക്ക് തെറ്റായ തരംഗങ്ങൾ അയക്കുന്നതിന് കാരണമാകുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം സ്വീകരിക്കുക, അതായത് റിസീവ്. ആഗ്രഹം സഫലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ ലഭിക്കുന്നത് അത് ഇപ്പോൾ തന്നെ അനുഭവിക്കുവാൻ തുടങ്ങുക എന്നതാണ് മൂന്നാമത്തെ ഘട്ടം. ലക്ഷ്യം നേടിയെടുത്ത വ്യക്തി എന്ന നിലയിൽ ആ വികാരം ഉള്ളിൽ കൊണ്ടുവരിക. നിങ്ങൾ ആ സന്തോഷം അനുഭവിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിലെ നിങ്ങളുടെ ചിന്തകളെയും ശക്തിയെയും കൂടുതൽ ശക്തമാക്കുന്നതാണ്. ഈ 3 കാര്യങ്ങൾ കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേത് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. നിലവിൽ നിങ്ങളുടെ പക്കലുള്ള കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, പരാതികൾ ഒഴിവാക്കി നന്ദി പ്രകടിപ്പിക്കുന്നത് പോസിറ്റീവ് ചിന്തകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്.
ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ ഒരു വിഷൻ ബോർഡിൽ പതിപ്പിക്കുന്നതും അവ ദിവസവും നോക്കി സങ്കല്പിക്കുന്നതും ആഗ്രഹങ്ങൾ വേഗത്തിൽ സഫലമാകുവാൻ സഹായിക്കുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വികാരങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഏതൊരാഗ്രഹമാണെങ്കിലും അത് വെറുതെ ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ വികാരങ്ങൾക്കും വലിയ പങ്കുണ്ട്. ചിന്തകളേക്കാൾ ഉപരിയായി നാം എന്ത് അനുഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രപഞ്ചം ഫലങ്ങൾ നൽകുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടുന്നു എന്നതിനാണ് ഈ നിയമത്തിൽ പ്രാധാന്യം. അതിനാൽ എപ്പോഴും പോസിറ്റീവായ വികാരങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മുടെ ജീവിതത്തിൽ കൃതജ്ഞതയും മെഡിറ്റേഷനും നൽകുന്ന പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ മെഡിറ്റേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കാനുള്ള ശക്തി മെഡിറ്റേഷനിലൂടെ ലഭിക്കുന്നതാണ്. മാത്രമല്ല, മെഡിറ്റേഷൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതുവഴി പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതുമാണ്. ഇനി മെഡിറ്റേഷൻ പരിശീലിക്കുമ്പോൾ മണിക്കൂറുകളോളം ധ്യാനിക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ 2-3 മിനിറ്റ് ആരംഭിച്ച് ക്രമേണ 10 മിനിറ്റ് വരെ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് ജീവിതത്തിൽ നന്ദിയുടെ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് നിലവിലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാൻ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പ്രാപ്തരാകൂ. നിലവിലുള്ള പൊരുത്തക്കേടുകളിൽ പരാതിപ്പെടാതെ ലഭിച്ച സൗകര്യങ്ങൾക്ക് നന്ദി പറയുന്നത് കൂടുതൽ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ്. ജീവിതത്തിൽ നന്ദി അല്ലെങ്കിൽ കൃതജ്ഞത ഇല്ലാതിരുന്നാൽ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ നിറയുകയും ഇത് ഉത്കണ്ഠയും മറ്റുള്ളവരോടുള്ള അസൂയയ്ക്കും കാരണമാകുന്നതുമാണ്. അതിനാൽ നിങ്ങളുടെ ഓരോ പുതിയ ദിവസത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷത്തെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, ലോ ഓഫ് അട്രാക്ഷൻ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനും ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ജീവിതത്തിലെ മെഡിറ്റേഷനും കൃതജ്ഞതയും അനിവാര്യമായ ഘടകങ്ങളാണ്. ഇനി ജീവിതത്തിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കുവാൻ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ ചില വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുക എന്നതാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ദിവസം ഏകദേശം 60,000 ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അവ ഓരോന്നും നിരീക്ഷിക്കുക അസാധ്യമാണ്. എന്നാൽ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. നിങ്ങൾ ദേഷ്യമോ നിരാശയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിലാണെന്ന് മനസ്സിലാക്കാം. ഇനി ചിന്തകളെ മാറ്റാൻ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കാവുന്നതാണ്. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയുമ്പോൾ പെട്ടെന്ന് അവ മാറ്റാനായി ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുവാൻ ഈ പുസ്തകത്തിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകൾ. രണ്ടാമതായി, ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. മൂന്നാമത്തേത്, നിങ്ങൾ ചെലവഴിച്ച സന്തോഷകരമായ നിമിഷങ്ങൾ. നാലാമതായി, നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത. അഞ്ചാമത്തേത്, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ അല്ലെങ്കിൽ സംഗീതം. ചിന്തകൾ മോശമാകുമ്പോൾ ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുന്നത് വഴി നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും പെട്ടെന്ന് പോസിറ്റീവാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക. അതായത്, ഇത് സംഭവിക്കരുത് എന്ന് നാം അമിതമായി ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ നെഗറ്റീവ് കാര്യത്തെ തന്നെയാണ് നാം ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. അതിനാൽ ഭയപ്പെടുന്ന കാര്യങ്ങൾക്കു പകരം സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വികാരങ്ങളിലൂടെ മനസ്സിലാക്കുകയും നെഗറ്റിവിറ്റി തോന്നുമ്പോൾ മനഃപൂർവ്വം സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുകയും ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ചിന്തകളെ മറികടക്കാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞതിൽ കൂടുതൽ അറിവുകൾ ഈ പുസ്തകം നിങ്ങൾ വായിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഈ ഒരു പുസ്തകം വാങ്ങി വായിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഇത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം
ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ലോകത്തിലെ വെറും 1% ആളുകൾ എങ്ങനെയാണ് ഈ ലോകത്തിലെ 90% സമ്പത്തും കൈവശം വെക്കുന്നത് എന്നതിൻ്റെ രഹസ്യവും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യം അറിയുന്നവർ അത് ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക വിജയവും കൈവരിക്കുന്നതാണ്. ചുരുക്കത്തിൽ ബിലീവ് ആൻഡ് ഫീൽ, അതായത് വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാം എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആത്യന്തികമായ ഫലം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.